കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി ഭാര്യ നിമ്മി. കരൾ രോഗമുണ്ടായിരുന്നുവെന്നറിയില്ല. കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും മണി ആത്മഹത്യ ചെയ്യില്ലെന്നും ഭാര്യയുടെ പ്രതികരണം. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേർന്നുണ്ട്. ദിൽജിത്ത്, ഒരു ഭാഗത്ത് വലിയൊരു ആശങ്ക ഈ വിഷയത്തിൽ നിഴലിക്കുന്നുണ്ട്. മണിയുടെ അകാലത്തിലുള്ള അന്ത്യം, അതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കുറച്ച് ദിവസത്തെ മൗനം വെടിഞ്ഞ് ഭാര്യ നിമ്മി തന്നെ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതിന്റെ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ദിൽജിത്ത്. സൗമ്യ, മണിക്ക് ഗുരുതരമായ കരൾ രോഗം ഉണ്ടായിരുന്നു എന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇത് തന്നെയാണ് ഡോക്ടർമാരും അറിയിച്ചിരുന്നത്. എന്നാൽ മണിക്ക് കരൾ രോഗം ഉള്ളതായി തനിക്ക് അറിവില്ല എന്നാണ് ഭാര്യ നിമ്മി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ മദ്യപാനം വിലക്കിയിരുന്നു, എന്നാൽ ഇത്തരത്തിലൊരു കരൾ രോഗബാധിതനായിരുന്നു മണി എന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് നിമ്മിയുടെ പ്രതികരണം. അതുപോലെ തന്നെ മണിക്ക് ആരും തന്നെ ശത്രുക്കളായി ഇല്ല, എല്ലാവരുമായി വളരെ സൗഹൃദത്തിലായിരുന്നു ഇടപെട്ടിരുന്നത്. അത്തരത്തിൽ ശത്രുക്കൾ മണിയെ അപകടപ്പെടുത്തിയതായി കരുതാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് നിമ്മി ചെയ്യുന്നത്. അതോടൊപ്പം മണി ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല എന്നാണ് നിമ്മിയുടെ പ്രതികരണം. യാതൊരു കുടുംബ പ്രശ്നങ്ങളും തങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു. അത്തരത്തിൽ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. കുടുംബത്തിൽ മണിയും നിമ്മിയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്, അവർ വേർപിരിഞ്ഞാണ് കഴിയുന്നത് തുടങ്ങിയുള്ള ചർച്ചകളിലേക്കും മറ്റും വാർത്തകൾ ആ രീതിയിൽ എത്തിയിരുന്നു, പ്രചരണങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ആ പ്രചരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് നിമ്മിയുടെ പ്രതികരണം. ആ രീതിയിൽ കുടുംബ പ്രശ്നങ്ങളോ യാതൊരു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മാസമായി മണി ഒരു സിനിമയുടെ തിരക്കിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായി മണിക്ക് വീട്ടിൽ എത്താൻ സാധിച്ചിരുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷെ അത് മറ്റ് പ്രശ്നങ്ങളെ തുടർന്നായിരുന്നില്ല. മണിയുടെ സിനിമാ തിരക്കുകൾ മൂലവും രാത്രി ഏറെ വൈകി എത്തുമ്പോൾ വീടിന് സമീപത്തുള്ള പാടി എന്ന് വിളിക്കുന്ന ഗസ്റ്റ് ഹൗസിലായിരുന്നു മണി സ്ഥിരമായി വിശ്രമിക്കാറുള്ളത്. അവിടെ നിന്ന് ലൊക്കേഷനിലേക്കും മറ്റും പോകുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. മണിക്കൊപ്പം ഇവിടെ സഹായികളും സുഹൃത്തുക്കളും പുറത്തുനിന്ന് എത്തുന്നവരും സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ആളുകളും എല്ലാം തന്നെ എത്താറുണ്ടായിരുന്നുവെന്നും നിമ്മി സ്ഥിരീകരണം നൽകുന്നു. അതുപോലെ തന്നെ മണി മദ്യം സ്ഥിരമായി കഴിക്കുന്ന ആൾ ആയിരുന്നില്ല. മണി ബിയറാണ് കഴിച്ചിരുന്നത്. കുടുംബം വിലക്കിയിട്ടും ഡോക്ടർമാരുടെ വിലക്ക് ഉള്ളത് കൊണ്ട് തന്നെ കുടുംബം വിലക്കിയിട്ടും മദ്യം കഴിച്ചിരുന്നു. സുഹൃത്തുക്കൾ വീട്ടിൽ എത്തുന്നതിന് പകരം മണിയെയും കൂട്ടി പാടി ഗസ്റ്റ് ഹൗസിൽ എത്തി അവിടെ വെച്ചാണ് മദ്യം കഴിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഈ മണിയുടെ മദ്യപാനം വിലക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുറത്തുനിന്നെത്തുന്ന സുഹൃത്തുക്കൾ അവിടെ എത്തുമ്പോൾ ഒപ്പം മണിയും അവർക്കൊപ്പം ചേർന്ന് ബിയറും മറ്റും കഴിക്കാറുണ്ടായിരുന്നു. അവശ നിലയിൽ കണ്ടെത്തിയതിന് തലേ ദിവസം മണി മദ്യപിച്ചിരിക്കാം എന്നാണ് നിമ്മിയുടെ പ്രതികരണം. ഒരുപക്ഷെ സുഹൃത്തുക്കൾ നിർബന്ധിച്ചപ്പോൾ സാധാരണ കഴിക്കുന്ന ബിയറിൽ നിന്ന് ഉപരിയായി മദ്യവും കഴിച്ചിരിക്കാമെന്നൊരു സംശയവും നിമ്മി പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മണിയുടെ ശരീരത്തിൽ മീഥേൻ ആൽക്കഹോൾ എത്തിയത് വളരെ സംശയകരമായ കാര്യമാണ്. ഇതിൽ വളരെ ദുരൂഹതയുണ്ട്. ആ കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ്. തങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ നിലനിൽക്കുന്ന ദുരൂഹത, അതിൽ സംശയങ്ങളുണ്ട്. ആ രീതിയിൽ അന്വേഷണം നീങ്ങണം എന്നാണ് മണിയുടെ ഭാര്യ നിമ്മി പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനമായി മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണന്റെ പ്രതികരണം എത്തിയിരിക്കുന്നു. ഈ മണിയുടെ മരണത്തിൽ ഇത്തരത്തിലൊരു ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദുരൂഹത നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുമെന്നാണ് മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ നൽകിയിരിക്കുന്ന പരാതി. അതോടൊപ്പം ഇപ്പോൾ അന്വേഷണ സംഘം ഈ വെളിപ്പെടുത്തൽ RLV രാമകൃഷ്ണന്റെ വെളിപ്പെടുത്തലും അതുപോലെ തന്നെ നിമ്മിയുടെ പരാതിയും എല്ലാം തന്നെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മണിയുടെ സുഹൃത്തുക്കൾ അവസാന നിമിഷം അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നതിന് തലേ ദിവസം മണിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും പാടിയിലെ ജീവനക്കാരും മറ്റും ഒക്കെ അങ്ങനെയുള്ള ആളുകളെ എല്ലാം തന്നെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അന്വേഷണം വിപുലീകരിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പാടിയിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ മദ്യം കഴിച്ചിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം ഉണ്ടായ സാഹചര്യത്തിൽ വീണ്ടും പാടിയിൽ നടത്തിയ പരിശോധനയിൽ വാറ്റ് ചാരായം അവിടെ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ പാടി ഗസ്റ്റ് ഹൗസിന് സമീപത്ത് കട നടത്തിയിരുന്ന ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ സുഹൃത്തുക്കൾ അവിടെ എത്തുന്ന സമയത്ത്
പുറത്തുനിന്ന് വാറ്റുചാരായം എത്തിച്ച് കഴിക്കാറുണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ദിവസം അവിടെ വാറ്റുചാരായം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം കണ്ടെത്താനായിട്ടില്ല. അത്തരത്തിൽ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഇന്നലെ RLV രാമകൃഷ്ണന്റെ സംശയം ഇത്തരത്തിൽ മരണത്തിൽ ദുരൂഹതയുണ്ട്, ഒപ്പമുണ്ടായിരുന്ന ആളുകളെ സംശയിക്കണം എന്നുള്ള രീതിയിൽ പ്രതികരണം വന്ന ശേഷം ഇന്നലെ 3 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് അർദ്ധരാത്രിയോടെ ഇവരുമായി ബന്ധപ്പെട്ട മറ്റു 3 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. ഇപ്പോൾ ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി ഭാര്യ നിമ്മി രംഗത്തെത്തിയിരിക്കുന്നു. ഇത്രയും ദിവസങ്ങളായി ഈ വിഷയത്തിൽ നിമ്മി മാധ്യമങ്ങൾക്ക് മുൻപിലായാലും ഒക്കെ തന്നെ സംസാരിച്ചിരുന്നില്ല. പക്ഷേ വലിയൊരു ദുരൂഹത എവിടെയോ നിഴലിക്കുന്നു എന്നൊരു സംശയത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിമ്മി ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ അദ്ദേഹത്തോടൊപ്പം മരണത്തിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിൻ്റെ പാടിയിൽ റെസ്റ്റ് ഹൗസിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഒക്കെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം അന്ന് അവിടെ മദ്യപിച്ചിരുന്നു, അത് കരൾ രോഗം അടക്കമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, വളരെ ഗൗരവപ്രദമായി തന്നെ ചികിത്സയിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. എങ്കിലും അങ്ങനെ ഗുരുതരമായ കരൾ രോഗം ഉണ്ടായിരുന്നുവെന്ന് തനിക്കറിയില്ല എന്നാണ് ഭാര്യ നിമ്മി പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ മദ്യപിക്കുന്നത് വിലക്കിയിരുന്നു, പക്ഷേ ബിയർ മാത്രമേ അദ്ദേഹം കഴിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഭാര്യ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ പറയുന്ന മൊഴി അത് താരതമ്യപ്പെടുത്തുമ്പോഴുള്ള ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരു പക്ഷേ അന്വേഷണ സംഘം ഇനിയിപ്പോൾ നടത്തുന്ന വിശദമായ മൊഴിയെടുക്കലൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. രാസപരിശോധന ഫലം കൂടി പുറത്തു വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത ഉണ്ടാവുക. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ ഭാര്യ നിമ്മി രംഗത്തെത്തിയിരിക്കുന്നത്. മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ തീരുമാനിച്ചു. മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ പീറ്ററുടേതടക്കം നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇത്. ചാനൽ അവതാരകൻ സാബുവിന്റെ മൊഴിക്കെതിരായാണ് പീറ്ററിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം രാസപരിശോധനാ ഫലം എത്തിയ ശേഷം പരാതി നൽകുമെന്ന് അനുജൻ രാമകൃഷ്ണൻ പറഞ്ഞു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ആദ്യഘട്ട മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലുകൾക്കും ഒക്കെയും അപ്പുറവും ഈ ഒരു ദുരൂഹത, അസ്വാഭാവികത നിഴലിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനുള്ളൊരു നീക്കം നടക്കുന്നത്? ഒരുപക്ഷെ കൂടുതൽ വിപുലമായ ഒരു അന്വേഷണമോ ഒക്കെ ഇതിന് വേണ്ടി വരുമെന്നൊരു സാഹചര്യമാണോ പോലീസിന് മുന്നിലുള്ളത്? സൗമ്യ, നേരത്തെ ഇത് സംബന്ധിച്ച ആദ്യഘട്ടത്തിലുള്ള അന്വേഷണങ്ങൾ അതോടൊപ്പം തന്നെ ചില നിഗമനങ്ങളിലേക്കെല്ലാം തന്നെ അന്വേഷണ സംഘം എത്തുകയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ വളരെ നിർണായകമായി തന്നെ ഇതിൽ പുറത്തു വരേണ്ട അല്ലെങ്കിൽ വിവരങ്ങൾ പറയേണ്ട വ്യക്തികൾ തന്നെയായിരുന്നു കലാഭവൻ മണിയുടെ കുടുംബാംഗങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ. കഴിഞ്ഞ ദിവസം മണിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയ ചില വിവരങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ ഇതിന് ഒരു പുതിയ മാനം ഇതിനെ കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണ സംഘം വിപുലീകരിക്കുന്നതിനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. കാരണം മണിയുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ വിഷാംശം വന്നിരുന്നു എന്നത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ചില പ്രാഥമിക നിഗമനങ്ങളിലേക്കായിരുന്നു എത്തിയിരുന്നത്. കാരണം ഗുരുതരമായ കരൾ രോഗമുള്ള ഒരു വ്യക്തിയിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അമിത തോതിലൊരു മദ്യം അതല്ലെങ്കിൽ പ്രാദേശികമായി ലഭിക്കുന്ന വാറ്റിയാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെല്ലുകയാണെങ്കിൽ സംഭവിക്കാവുന്ന ഒരു ഗുരുതരാവസ്ഥയുണ്ട്. ആ രീതിയിലുള്ളൊരു നിഗമനങ്ങളിലേക്ക് പലപ്പോഴും അന്വേഷണ സംഘം എത്തുന്നൊരു രീതിയിലേക്ക് ചെന്നിരുന്നു. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മണിയുടെ അനുജൻ തന്നെ വെളിപ്പെടുത്തലുണ്ട്. ഇത് സംശയമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ അവതാരകൻ സാബുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ മണിയുടെ ഡ്രൈവർ നൽകിയ മൊഴിയുണ്ട്, പീറ്ററിന്റെ മൊഴിയുണ്ട്. ഇതിന്റെ മൊഴിയുടെ അതിന്റെ ഒരു സത്യാവസ്ഥ പൊളിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് പോലീസ് ഇപ്പോൾ. കാരണം ഇതിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ അതിൽ ഏതാണ്ട് ഇതിൽ വാറ്റുചാരായം ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ നിർണായകമാകുന്നത് രാസപരിശോധനാ ഫലമാണ്. രാസപരിശോധനാ ഫലം സീൽ ചെയ്ത കവറിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വളരെ നിർണായകമായ ഫലങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളുടെ ഒരു സ്വഭാവം കൂടി വിലയിരുത്തിയ ശേഷമേ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ 3 പേരെ മണിയുടെ സഹായികളായ 3 പേരെ കസ്റ്റഡിയിലുണ്ട്. എന്താണ് പാഡിയിൽ ആ ദിവസം സംഭവിച്ചതെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാഡി വളരെ ധൃതി പിടിച്ച് വൃത്തിയാക്കിയെന്നത് സംബന്ധിച്ച് സമീപവാസി മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാൻ
പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സുഹൃത്തുക്കൾ, മണിയുടെ അനുയായികൾ എന്ന് പറയുന്ന അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡും കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം പ്രത്യേകിച്ച് അതിലൊരാൾ മുരുകൻ എന്ന് പറയുന്ന ഒരാൾ അടുത്ത കാലമാണ് മണിയോടൊപ്പം ചേർന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. പുതിയ വസ്തുതകളുടെയും വെളിപ്പെടുത്തലിന്റെയും അടിസ്ഥാനത്തിൽ നിലവിലുള്ള അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളിലേക്കും പോലീസ് ചെല്ലുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വിപുലീകരിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായ രാസപരിശോധനാ ഫലം അത് പുറത്തു വരുന്ന ഒരു സാഹചര്യം. അത് സീൽ ചെയ്ത കവറിൽ പോലീസിന് അന്വേഷണ സംഘത്തിനെ കൈമാറുന്നു. അവരുടെ അത് വിലയിരുത്തലും ഫോറൻസിക് പരിശോധനകളുടെ കൂടിയൊരു സങ്കലനം, ഇതിൽ നിന്നുള്ള ഒരു വിലയിരുത്തലായിരിക്കും തുടർ അന്വേഷണം പുരോഗമിക്കുക. സൗമ്യ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം.